വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. എല്ലാ സ്കൂളുകളിലും പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രവേശനോത്സവങ്ങൾ നടക്കും. 3 ലക്ഷത്തോളം നവാഗതരാകും 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. അറിവിന്റെ ലോകത്ത് ആദ്യ ചുവടുവയ്ക്കാൻ കുരുന്നുകളെത്തുമ്പോൾ വർണ്ണാഭമായ ആഘോഷത്തോടെ അവരെ സ്വീകരിക്കാൻ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയാകും. രാവിലെ 9-നാണ് നവാഗതർക്ക് സ്വാഗതമൊരുക്കിയിരിക്കുന്നത്. 1ാം ക്ലാസ്സിലെ കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കും. പിന്നീട് പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും നടക്കും. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി മന്ത്രി വി ശിവൻകുട്ടി അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. 9-8 മുതൽ 9-12 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 3 വർഷത്തെ നേട്ടങ്ങൾ കാണിക്കും. 9-12 മുതൽ 9-15 വരെ AI പരിശീലന വീഡിയോ പ്രദർശിപ്പിക്കും. 9-20 മുതൽ 9-35 വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നവാഗതരായ കുട്ടികളെ കാണുന്നു. 9:40 അധ്യക്ഷ പ്രസംഗം വിദ്യാഭ്യാസ മന്ത്രി, 9:45 ഉദ്ഘാടനം, 10 മണിക്ക് 24-25 വർഷത്തെ അക്കാദമിക് കലണ്ടർ പ്രകാശനം പി രാജീവ്, 9:05 മുഖ്യ പ്രഭാഷണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, 9:10 മുതൽ 9:13 വരെ പ്രൊമോ വീഡിയോകൾ, കുട്ടികളുടെ ലഘു വീഡിയോകൾ, 10:13 മുതൽ 10:20 വരെ ആശംസകൾ. ഈ നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 40 ലക്ഷത്തോളം കുട്ടികളാണ് സംസ്ഥാനത്താകെ സ്കൂളുകളിലെത്തുന്നത്. ജില്ലാതല പ്രവേശനോത്സവങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാർ, മറ്റു ജനപ്രതിനിധികൾ, കലാ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ എന്നിവർ പ്രവേശനോത്സവങ്ങളിൽ പങ്കെടുക്കും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് എല്ലാ പരിപാടികളും. ജില്ലാതല മികവുകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി.